ഡെലിവറി അടുത്ത് വരുന്ന സമയമായപ്പോഴേ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻഷനില്ലേ, ഇത്ര ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് ഇരിക്കണത്, വീട്ടു ജോലികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ തോന്നി നമ്മളിങ്ങനെ ഓവർ ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. നമുക്ക് എന്താണോ റബ്ബ് കണക്കാക്കിക്കുന്നത് അതേപോലെയൊക്കെ സംഭവിക്കും. അങ്ങനെ എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്തിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് എല്ലാവരും നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. ആദ്യത്തേതല്ലേ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കും. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തേതിനല്ല രണ്ടിനും മൂന്നിനൊക്കെയാണ് ആ ഒരു കെയറിങ് കിട്ടേണ്ടതെന്നാണ് കേട്ടോ. കാരണം ഫസ്റ്റത്തേതിന് നമ്മളൊന്നും അറിയാതെ നടക്കുകയാണ്. ലേബർ പെയിൻ എന്താ, ലേബർ റൂമിലെ അവസ്ഥ എന്താ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നല്ല കൂളായിട്ടിരിക്കും. പക്ഷേങ്കിൽ സെക്കൻഡും തേർഡൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ മുന്നേ അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പോഴാണ് ശരിക്കും നമ്മൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമ്മളെ ഫാമിലീൻ്റെ നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. മനസ്സിനൊരു ധൈര്യം കിട്ടാനും നമ്മൾ നല്ല കൂളായിട്ട് ഇരിക്കാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിൻ്റെ കെയറിങ് ഒന്നും പിന്നത്തേതിനൊന്നും ആർക്കും കിട്ടണില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രഗ്നൻസി 1, 2, 3 എത്ര ആയിക്കോട്ടെ നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അവരെ മനസ്സെപ്പോഴും റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓരോരോ പ്രഗ്നൻസി ഓരോരോ രീതിയിലായിരിക്കും അനുഭവങ്ങളൊക്കെ അല്ലേ. ഇതിൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, എനിക്ക് എപ്പോഴും പറയണതാണ് എത്രാമത്തെ പ്രസവമായാലും അവർക്ക് വേണ്ട കെയറിങ് എപ്പോഴും കൊടുക്കണം കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ അതെനിക്ക് വേണ്ടോളം കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 9ാം മാസത്തിലെ ഷുഗർ ടെസ്റ്റിന് പോയ വീഡിയോ ആണ് കേട്ടോ. ഫാസ്റ്റിങ്ങിലും അല്ലാതെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.